വേദിയിലിരിക്കുന്ന ഓരോ സഹോദരന്മാരെയും പേരിൽ അനുവാദത്തോടുകൂടി വിശ്വകർമ്മ സമൂഹത്തിന്റെ ഏറ്റവും പുണ്യ ദിനമായ ഈ വിശ്വകർമ്മ ദിനം അഥവാ ഋഷിപഞ്ചമി ദിനത്തിൽ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും വർഷമായി നാളിതുവരെ ഞാൻ എവിടെ പോയി പ്രസംഗിച്ചാലും അത് കേൾക്കാൻ വേണ്ടി ബഹുദൂരം സഞ്ചരിച്ച് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്ന എന്റെ സ്നേഹസമ്പന്നരായ രണ്ട് സുഹൃത്തുക്കളുണ്ട്. അവരെ വളരെ ജനങ്ങളിൽ നാമത് വളരെ വിനയനും സന്തോഷം. അതേപോലെ ശിവരാമൻ സാർ, ക്ഷമാപണത്തോടുകൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. മുഖ്യ പ്രഭാഷകൻ തീർച്ചയായിട്ടും തക്ക സമയത്ത് തന്നെ ഉണ്ടായിരിക്കണം. അത് ഏതൊരു ചടങ്ങിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇതേ ദിവസം തന്നെ വളരെ നേരത്തെ തന്നെ ഏറ്റിരുന്ന ഒരു മുഖ്യ പ്രഭാഷണം അരൂര് വിശ്വകർമ്മ സമാജത്തിൽ നടത്തപ്പെടേണ്ടതുള്ളതുകൊണ്ട് അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ചേർത്തലയിലേക്ക് വരാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വൈകിപ്പോയത്. തീർച്ചയായിട്ടും ഈ സമൂഹത്തോടുകൂടി ഉള്ള എന്റെ ഉത്തരവാദിത്വം, ഞാൻ ജനിച്ച് എന്നെ വളർത്തി വലുതാക്കിയ എന്റെ ഗോത്രത്തോടും കുടുംബത്തോടും ഞാൻ ജനിച്ച സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഈ വേദിയിൽ അല്പം വൈകിയെങ്കിൽ തന്നെയും മറ്റൊരു വേദിയിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിച്ചേർന്നിട്ടുള്ളത്. അല്ലാതെ ശിവാനന്ദാചാര്യ എന്ന് പറയുന്ന അധ്യാപകൻ വന്നില്ല എന്ന് നിങ്ങളാരും വിചാരിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാനൊരു വ്യക്തിക്ക് ചെയ്യാവുന്ന സംഭാവന എന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറിയ ചെറിയ വേദികളിൽ പോയി പ്രസംഗിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുത്ത് സാമൂഹിക ക്ഷേമം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇത് വളരെ കൂടുതൽ സന്തോഷം. പരമേശ്വര കുടുംബ സാറ് ഇരിക്കുന്ന ഒരു വേദിയിൽ 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഒരു വേദിയിലേക്ക് എത്തുന്നത്. കാരണം ഒരു നല്ല അധ്യാപകനായിട്ട് വിചാരിക്കണമെങ്കിൽ, ശാസ്ത്ര അധ്യാപനമാണെങ്കിലും സാമൂഹ്യ അധ്യാപനമാണെങ്കിലും നല്ല ഒരു അധ്യാപകൻ നല്ല കലാകാരനായിരിക്കണം എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നും ഞാൻ കുറച്ചുനാൾ സാറിന്റെ ശിഷ്യനായിരുന്നു. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ എന്റെ 42ാമത്തെ വയസ്സിൽ സോപാന സംഗീതം പഠിക്കാൻ പോവുകയുണ്ടായി. അന്ന് ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ അദ്ദേഹമായിരുന്നു. 42ാമത്തെ വയസ്സിൽ സോപാന സംഗീതം പഠിപ്പിക്കോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു 8 വയസ്സ് മുതൽ മുകളിലുള്ള കുട്ടികളാണ് ഇരിക്കുന്നത്. ഞാൻ ഡോക്ടറേറ്റ് നേടി യൂണിവേഴ്സിറ്റി അധ്യാപകനായിരിക്കുന്ന എന്നെ അവിടെ പ്രവേശിപ്പിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. ധൈര്യം സംഭരിച്ചിരുന്ന് മടിച്ചു ചോദിച്ചപ്പോ സാറ് വളരെ സന്തോഷത്തോടെ സാറിനെ പോലെ ഉള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അഡ്മിഷൻ തന്ന കുട്ടികളോടൊപ്പം തന്നെ 8 വയസ്സുകാരുടെ കൂടുതലും അന്നത്തെ എഴുതി സോപാന സംഗീതം പഠിക്കുകയും അവിടേക്കുള്ള ചെറിയ മീറ്റിങ്ങുകളെല്ലാം തന്നെ എനിക്കൊരു ചാൻസ് തന്ന് പ്രസംഗിക്കാനുള്ള സന്ദർഭമൊക്കെ തന്ന് വളർന്നിട്ടുള്ള ആളാണ്. സാറ് സംസാരിക്കുമ്പോൾ സാറ് തിരിച്ചു പറഞ്ഞു കളയും. അത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. വിശ്വകർമ്മ സമൂഹത്തിന്റെ ഏറ്റവും പുണ്യദിനം എന്ന് സൂചിപ്പിക്കുന്ന വിശ്വകർമ്മ ദിന ആഘോഷം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പരിപാടിയായിട്ട് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. ഒരു സമൂഹത്തിന്റെ വളർച്ച, ആ സമൂഹത്തിന്റെ സ്ഥാനം, ആ സമൂഹത്തിന്റെ നിലനിൽപ്പിതെല്ലാം തന്നെ സാംസ്കാരികപരമായിട്ടുള്ള പ്രവർത്തനത്തെ ആസ്പദമാക്കിയാണ് കാലഘട്ടങ്ങൾ തീരുമാനിക്കുന്നതും മറ്റ് സമൂഹങ്ങൾ വിലയിരുത്തുന്നതും. അത് വെച്ച് നോക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വളരെ കൂടുതൽ പിന്നോക്കം പോയിരിക്കുന്ന, സ്വന്തം കയ്യേറിക്കൊണ്ട് മാത്രം പിന്നോട്ട് പോയ ഒരു വലിയ സംസ്കാരം പടുത്തുയർത്തിയ ബ്രാഹ്മണ്യത്തിനും വളരെ മുകളിലിരിക്കുന്ന ഭാരത സംസ്കാരത്തിന്റെ സൃഷ്ടാക്കളായ വിശ്വകർമ്മ സമൂഹം അവരുടെ പോരായ്മകളും നന്മകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഋഷിപഞ്ചമി ദിനവും വിശ്വകർമ്മ ദിനവും
നമ്മൾ ആലോചിച്ച് നോക്കാം. കേരള പ്രദേശത്ത് എത്ര വിശ്വകർമ്മയിൽ കാണാം? അവരുടെ ശക്തി എന്താ എന്ന് ഈ ഇരിക്കുന്ന വിശ്വകർമ്മർക്ക് ആരെങ്കിലും അറിയാമോ? ഈ നാട്ടുപുറത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പറിന് വരെ അറിയാം ഈ വിശ്വകർമ്മ സമൂഹം എത്ര ശക്തരാണ്. അവരുടെ കയ്യിലും പോക്കറ്റിലും കക്ഷത്തൊക്കെ എത്ര ഓട്ടമുണ്ട്. അത് എങ്ങനെ കൈക്കലാക്കി അവർക്ക് അധികാര സ്ഥാനങ്ങൾക്ക് എത്താമെന്ന് അവർക്കറിയാം, നമുക്ക് മാത്രം അറിയൂ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ ശുദ്ധമായ സദസ് നാളൊഴിഞ്ഞ കഥയിലും ഈ സന്ധ്യാസമയം. ഒരു താലൂക്ക് യൂണിയന്റെ സമ്മേളനം ഒരു താലൂക്കിലുള്ള വിശ്വകർമ്മജരെല്ലാം സംഘടിച്ച് അവരുടെ കുലദേവതയായ വിശ്വകർമ്മ ദേവനിൽ അർപ്പിച്ചുകൊണ്ട് പുനരർപ്പണം ചെയ്തുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള ജീവിത പ്രയാണം എങ്ങനെയായിരിക്കണം എന്ന് പ്രാർത്ഥന നിരസനം ചെയ്യേണ്ടതായി ഈ ദിനം ഇവിടുത്തെ വിശ്വകർമ്മ സമൂഹം എവിടെയാണ് എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഈ സമൂഹത്തിന് ആവശ്യം ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെയും തമ്മിലറിയാതെയും ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും അധികാരവർഗങ്ങൾക്ക് ആവശ്യമാണ്. കാര്യം അവകാശങ്ങൾ അന്വേഷിച്ച് എന്നും ചെല്ലാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മാത്രമേ അവകാശികൾക്കും അധികാരികൾക്കും അവിടെ സത്യസന്ധമായിട്ടും കാര്യഗൗരവമായിട്ടും ഭരണനിർവഹണം നടത്താൻ കഴിയും. എന്തും ഒത്തു നടന്നുകൂടാതെ നാം ആരും അറിയാതെ പിന്നാമ്പുറത്ത് ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. അന്ന് അങ്ങനെ മറ്റ് അധികാരവർഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരവർഗങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ എന്നേ പിന്നാമ്പുറത്താണ് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് വിശ്വകർമ്മ സമൂഹം മാറിപ്പോയി. ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് അവിടെ നിന്നിച്ച് വന്ന് ഈ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ ഇരിക്കുന്നവരും ഈ നിൽക്കുന്ന ഞാനും തമ്മിൽ വേറെ വ്യത്യാസം ഒന്നും തന്നെയില്ല. മഹത്തായ ഭാരത സംസ്കാരങ്ങളുടെ നിലനിൽക്കുന്നതും ഭാരത സംസ്കാരത്തിന്റെയും ഹൈന്ദവതയുടെയും ക്ഷേത്രങ്ങളുടെയും അധികാരവും കണക്കും മഹത്തായ കേരള സംസ്കാരം നിന്നും ലോകത്തുള്ള എല്ലാ ടൂറിസ്റ്റുകളുടെയും ഭാരതത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ നിർമ്മാണ ശാസ്ത്രം കാണും, ഞങ്ങളുടെ കൊട്ടാരങ്ങൾ കാണും, താജുകൾ കാണും, ക്ഷേത്രങ്ങൾ കാണും. ആലപ്പുഴ ജില്ലക്കാരെല്ലാം പറയും ഞങ്ങളുടെ കുറച്ച് വള്ളംകളി കാണാൻ വരും, കുണ്ടൻ വള്ളംകളി കാണാൻ വരും, ആറന്മുളത്തിലേക്ക് വരും, ലോക കണ്ണാടി കാണാം, ആറന്മുള കണ്ണാടി കാണാം, എല്ലാ വീടുകളിലും നിലവിളക്ക് എത്തിക്കാം, എല്ലാ ക്ഷേത്രങ്ങളിലും നാലുകെട്ടിന്റെയും രൂപങ്ങൾ വെച്ചാണ് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്നത്. എവിടെ ആരും എന്ത് വന്നാലും ഒരു നാലുകെട്ടിന്റെയും ക്ഷേത്രത്തിന്റെയും ഗോപുരവാദിൽ കാണാം. പക്ഷേ ഇതെല്ലാം പട്ടിണി കിടന്ന് യുഗയുഗാന്തരം പണിഞ്ഞ വിശ്വകർമ്മയുടെ അടുത്ത തലമുറക്കാർക്ക് ഇതെങ്ങനെ ഉണ്ടായി, എവിടെ നിന്നുണ്ടായി, ഇതിനകത്ത് കയറിച്ചെല്ലാൻ നമുക്ക് അവകാശമുണ്ടോ, നമ്മൾ ഇതിന്റെ ഒരു ഭാഗമല്ലേ എന്ന് മനസ്സിലാക്കാൻ ഇന്നും ശ്രമിച്ചിട്ടില്ല. ക്ഷേത്രങ്ങളും സംസ്കാരവും കൊട്ടാരങ്ങളും ഭരണ നേതൃത്വവും എല്ലാം തന്നെ ഉണ്ടാകണമെങ്കിൽ ഇതൊന്നും സ്വയംഭൂവായിട്ടുണ്ടാകുന്നില്ല. അധ്വാനിക്കുന്ന രണ്ട് കരങ്ങൾ യുഗയുഗാന്തരങ്ങളിൽ മുത്തച്ഛനിൽ നിന്ന് അച്ഛനിലേക്കും, അച്ഛനിൽ നിന്ന് ചെറുമകനിലേക്കും, ചെറുമകനിലെ അടുത്ത തലമുറയിലേക്കും കൈകാര്യം ചെയ്ത് മാറ്റപ്പെട്ട വലിയൊരു ശാസ്ത്ര സംഹിത അത് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച് പോകുന്നത് കൊണ്ടാണ് ഈ നിർമ്മാണ ശാസ്ത്രങ്ങളും രഹസ്യങ്ങളും നിലനിൽക്കുന്നത്. ഇത് മറ്റെല്ലാവർക്കും അറിയാം. ഇന്ന് ഈ വിശ്വകർമ്മ സമ്മേളനത്തിൽ പോയ സഹോദരിമാരെല്ലാം തന്നെ ചുറ്റുപാടുള്ള പുരോഗമന പ്രസ്ഥാനക്കാരുടെ ചോദ്യം, നിങ്ങളെവിടെ പോയി, നിങ്ങൾ എന്തിനാ പോയത്? വിശ്വകർമ്മ ദിനം, അതെന്തിനാണ്, ഏതാ വിശ്വകർമ്മ നാളെ, നിങ്ങൾക്ക് വേറെ ജോലി, വേറെ സമ്മേളനത്തിൽ പോകും. ഇത് കേട്ടും നിങ്ങളെ നാളെ മതി ഈ വരുന്ന ആൾക്കാർ അടുത്ത സമ്മേളനത്തിന് അവരെ കാണുന്നില്ല, അല്ലെ സംഘടന നോക്കിക്കൊള്ളു. നാം ആരാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെങ്കിലും ഇല്ലാതെ നമ്മളിവിടെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യ ശരീരവും മനുഷ്യ ജീവിതവും ചിന്തകളും ബുദ്ധിശേഷിയും കൊണ്ട് അനന്തരമായ സാധനങ്ങളാണ് ഈശ്വരൻ പൊന്നു തമ്പുരാൻ നമുക്ക് സന്നിവേശിപ്പിച്ച് തന്നിരിക്കുന്നത്. ഓരോ മനുഷ്യ ജീവിതത്തിലും അനന്തമായ സാധനങ്ങളാണ് സന്നിവേശിപ്പിച്ച് തന്നിരിക്കുന്നത്. അതിന് സുന്ദരമായ മുഖവും ശരീരവും ചിന്തകളും നല്ല മുഖവും നല്ല കണ്ണുകളും എല്ലാം തന്ന സുന്ദരമായ ഈ ലോകവും സൂര്യനെയും ചന്ദ്രനെയും ഗോപുരങ്ങളെയും നക്ഷത്രങ്ങളെയും ദീപസമൂഹങ്ങളെയും എല്ലാ ക്ഷീരപദവും എല്ലാം സൃഷ്ടിച്ചു തന്നിരിക്കുന്ന ഈശ്വരൻ വിശ്വകർമ്മ ദേവൻ അറിവിന്റെ എല്ലാം പരമ രഹസ്യം ഇത് കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം സൃഷ്ടിച്ചു കൊടുക്കാൻ അദ്ദേഹം വിശ്വകർമ്മ സമൂഹത്തിന്റെ ഗോത്ര പിതാക്കന്മാരായ ആർഷസംസ്കാര
കണ്ടുപിടിച്ച ആർഷ സംസ്കാരം എന്ന് പറയുമ്പോൾ ഈ സംസ്കാരങ്ങളെ ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ സോപാനത്തിനകത്തിരിക്കുന്ന വിഗ്രഹത്തിന് അതീതമായി എന്ത് ആർഷ സംസ്കാരമാണ് ഭാരതത്തിലുള്ളത് വിശ്വാസമാരെന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനപ്പുറം എന്ത് ആർഷ സംസ്കാരത്തെ കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ സമുദായ നേതാക്കളും ഒക്കെ പ്രസംഗിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയ കല്ലാശാരിയുടെയും ഇരുമ്പാശാരിയുടെയും മരാശാരിയുടെയും വെങ്കലാചാര്യയും സ്വർണ്ണാചാര്യയുടെയും കൈകളല്ലേ. ആചാര്യമാരത്ര മോശം വാക്കുകളാണ്. അവരെല്ലാം പിന്നാമ്പുറത്തിരിക്കുന്നവരാണ്. നാം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റേവായിട്ട് നിന്നുകൊണ്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കാനും നമ്മളെ കുറിച്ച് സംസാരിക്കാനും പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് വിശ്വകർമ്മത്തിനെ ആഘോഷിക്കുന്നത്. ആ വിശ്വകർമ്മത്തിന്റെ ജനത്തിന്റെ പ്രസക്തി നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മളോട് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ കുറ്റപ്പെടുത്തിയാലും സംസാരിക്കും. നേതാക്കന്മാരോട് ചിന്തിക്കണം. ഞാൻ ഒരു വിശ്വകർമ്മ സമുദായ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തതാണ്. ഞാൻ സത്യസന്ധമായിട്ട് പഠിച്ച അധ്യാപകനും ചെയ്ത് നല്ലൊരു അധ്യാപകനായിട്ട് ജീവിക്കുന്ന ആളാണ്. വിശ്വകർമ്മ സമൂഹത്തില് ജനിച്ച ഒരു വിശ്വകർമ്മനായിട്ട് ജീവിക്കുന്ന ആളാണ്. ഞാനെന്ന് ചോദിക്കട്ടെ, ഈ വിശ്വകർമ്മ സമൂഹത്തെ ഇത്ര ദാരിദ്ര്യാവസ്ഥയിലേക്ക് സ്വന്തം തൊഴിൽ ഉപേക്ഷിച്ച് പണിയായിട്ട് ഉപേക്ഷിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് തകർന്നു വിട്ടത് ഇവിടുത്തെ സമുദായ നേതൃത്വത്തിന്റെ നേതാക്കന്മാർ തന്നെയല്ലേ? ഇവരാകൂടി ചെയ്യുന്നത് എന്താണ്? ഓരോ ഇലക്ഷൻ വരുമ്പോ ഒരു സമുദായ നേതാവ് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോ അവൻ അങ്ങനെ പറഞ്ഞു എങ്കിൽ ഞാൻ നാളെ പ്രസ്താവന എടുക്കുന്നു, എല്ലാ വിശ്വകർമ്മരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ അതിനൊക്കെ പൊട്ടിപ്പിരിക്കുമ്പോൾ അടുത്ത വിശ്വകർമ്മ പറയും അങ്ങനെയെങ്കിൽ അത് BJPക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ ഓരോ കുത്തി മറിച്ചും കുത്തി നശിപ്പിച്ച് തുടങ്ങി പോയ ഒരു സമൂഹം നേതാവ് നമുക്കന്മാർ നന്നായോ ഇല്ല, സമുദായം നന്നായോ ഇല്ല. അങ്ങനെയെങ്കിൽ 5 വിശ്വകർമ്മ സംഘടനയുണ്ടെങ്കിൽ വിശ്വകർമ്മ ആചാര്യന്മാരുടെ എണ്ണം 10 അല്ല. KPS എന്ന് പറയുന്ന ആചാര്യന്മാരുണ്ട്, VSS എന്ന് പറയുന്ന ആചാര്യമുണ്ട്, AKVMS എന്ന് പറയുന്ന ആചാര്യമുണ്ട്. അതിനൊക്കെ തമിഴ് വിശ്വകർമ്മ സമൂഹം എന്ന് പറയുന്ന ആചാര്യന്മാരുണ്ട്. ഈ ആചാര്യന്മാരെല്ലാം ചില ആചാര്യന്മാർ കുളികൊണ്ട് മാത്രം പണിയുന്നവരും കുളിയില്ലാതെ പണിയുന്നവരും ഒട്ടുമില്ലാതെ പണിയുന്നവരും മാറ്റിക്കൊണ്ട് ക്ഷേത്രം പണിയുന്ന ആചാര്യന്മാരാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഈ സംഘടനകൾ നേരത്തെ വരുന്നത് മനസ്സിലാക്കുന്നത്. അടുത്ത മീറ്റിംഗിന് എന്നെ വിളിക്കില്ലായിരുന്നു. ഇതിനെ നേതൃത്വം വിളിക്കണ്ട. യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ സമയമാണ്. ഞാൻ ഈ പാവപ്പെട്ട സഹോദരിമാർക്ക് ചോദിക്കുക, നിങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്നില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് ചിന്തിക്കണ്ടേ? ഇനി മേലിൽ ഒരിക്കലും വിശ്വകർമ്മ നേതാക്കന്മാർ പറയുന്ന ഈ പ്രസ്താവനകൾ നിങ്ങൾ ഒരു ഇലക്ഷനിൽ കേൾക്കരുത്. നിങ്ങൾ കേൾക്കരുത്. നിങ്ങളുടെ പ്രദേശത്ത് ഗുണകരമായിട്ട് 10 50 വോട്ടുണ്ടെങ്കിൽ അത് ഒരുമിച്ച് നിർത്തി പ്രാദേശികപരമായിട്ട് ഓരോ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ വ്യക്തിയായിട്ട് ജീവിക്കാൻ പഠിക്കണം. ആലോചിച്ച് നോക്കുക. ഏത് സമൂഹവും നല്ല സമൂഹമായിട്ട് മാറുന്നത് നിരന്തരമായ പ്രബോധനങ്ങളിലൂടെയാണ്. ക്രിസ്തീയ സമൂഹം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക. അച്ഛന്മാരും പള്ളിക്കാരും എന്നും പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുക. പ്രബോധനത്തിലൂടെയാണ് അവർ വളരുന്നത്. ഈഴവ സമൂഹം പ്രബോധനത്തിലൂടെയാണ് വളരുന്നത്. നായക സമൂഹം പ്രബോധനത്തിലൂടെയാണ് വളരുന്നത്. അവര് വളരണം. ഓരോ സമൂഹവും വളരണം. എങ്കിൽ മാത്രമേ ദാരിദ്ര്യമില്ലാത്ത, കലാപമില്ലാത്ത, സുരക്ഷിതമായ ഒരു സമൂഹത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. കുറെ സമൂഹം ദാരിദ്ര്യാവസ്ഥ, കുറെ കടുപ്പിയന്മാർ, കുറെ തൊഴിലില്ലാത്തവർ, തൊഴിൽ അറിഞ്ഞൂടാത്തവർ, സംസാരിക്കാൻ അറിഞ്ഞൂടാത്തവർ, സ്കൂളിൽ പോകാത്തവർ, സമുദായത്തിൽ അപ്പനല്ല അപ്പൂപ്പനല്ല മക്കളെ എന്താണെന്ന് അറിയാത്തത്. ഇങ്ങനെയുള്ള ഒരു ഭാരതമല്ല സാംസ്കാരിക ഭാരതം. അതിനെന്ത് വേണം? നല്ല അധ്യാപകർ വേണം. അധ്യാപകർ സർവകലാശാലയിലുള്ള അധ്യാപകരല്ല, സാമൂഹ്യ വിദ്യാഭ്യാസവും സാമുദായിക വിദ്യാഭ്യാസവും കൊടുക്കുന്ന അധ്യാപകർ വേണം. അതായത് നമ്മളുടെ സമുദായത്തിൽ നിന്ന് ഈ സമുദായത്തെ പരിപോഷിപ്പിക്കാൻ കഴിവുള്ള നല്ല സഹോദരി സഹോദരന്മാർ നല്ല ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് ഈ സമുദായത്തിന്റെ മികവിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി നിരന്തരം സോഷ്യൽ സർവീസ് ചെയ്യുന്ന, സാമൂഹ്യ പ്രതിബദ്ധതയോടെ സർവീസ് ചെയ്യുന്ന നല്ല സഹോദരങ്ങളുണ്ടാവും. അതിന് വേണ്ടുന്നത് നല്ല കാര്യങ്ങളും നല്ല പ്രഭാഷണങ്ങളും കേൾക്കാൻ കഴിയണം. നല്ല വചനങ്ങളും വചസ്സുകളും കേൾക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകണം.
കുതിരയെ കണ്ട് നീ അതിനെ പിടിച്ചോണ്ട് വരാൻ വേണ്ടി പോയാലാണ് നിനക്ക് ലങ്കയിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് പോകാൻ കഴിയില്ലെന്നാണ്. നീ നേരെ ലങ്കയിലേക്ക് എന്ത് ചെയ്യുള്ളൂ, നിനക്കിതെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോ ഹനുമാന് ഉഗ്രപ്രതാപിയായിട്ട് അദ്ദേഹത്തിന്റെ കഴിവുകൾ വാങ്ങി. അപ്പൊ നല്ല പ്രഭാഷണങ്ങൾ, നല്ല സാംസ്കാരിക സമ്മേളനങ്ങൾ നിരന്തര സഹോദരി സഹോദരന്മാർ വിരോധത്തിലും വെറുപ്പിലും അതീതമായിട്ട് സ്നേഹം കൃഷി ചെയ്യാൻ കഴിയണം. ലോകത്ത് കൃഷി ചെയ്യാത്ത ഏക വിഭാഗം വിശ്വപ്പെടുന്നത്. ബാക്കി എല്ലാ സമൂഹവും കൃഷി ചെയ്യും. ഏതെങ്കിലും വിശ്വപ്പെടുന്ന സമൂഹം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സ്നേഹം കൃഷി ചെയ്യണം. നമുക്ക് ചെയ്യേണ്ടുന്നതാണ് സ്നേഹത്തിന്റെ കൃഷി ചെയ്യാനാണ്. ഇതിന്റെ സംഘാടകർക്ക് അല്പം സ്നേഹമുള്ളതുകൊണ്ട് അവരൊരു ചെറിയ സമ്മേളനം നടത്തി ഈ നാളുകളിലെ സഹോദരിമാരോട് സ്നേഹം പങ്കുവയ്ക്കാനുള്ള ഒരു വേദി അവർ കണ്ടെത്തിയിരിക്കുന്നു. അതേപോലെ ഓരോരുത്തർക്കും തൊട്ടടുത്തുള്ള വീടുകളുമായിട്ട് സഹകരണം നടത്തിക്കൊണ്ട് നല്ല പദ്ധതി ഉണ്ടാകാൻ വേണ്ടി സഹോദരിമാരും സഹോദരന്മാരും സ്വപ്നം കാണണം. സ്വാമി വിവേകാനന്ദനെ പോലുള്ള ആശാരിമാർ നമ്മുടെ വീട്ടിൽ ജനിക്കണമെന്ന് സ്വപ്നം കാണണം. നിങ്ങൾക്കറിയാമോ, ആശാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരി എല്ലാം ശരിയായിട്ട് ചെയ്യാൻ കഴിയുന്നവരാണ് ആശാരി. അല്ലെങ്കിൽ ഈ കെട്ടണത്തെ പോലെ നിൽക്കില്ല. ആലുവയുടെ കെട്ടം വെച്ചത് മണ്ണിനൊക്കെ പൊളിഞ്ഞു പോയി ആലുവയെ മനുഷ്യർക്കറിയാം. ശരിയായ ഓരോ വസ്തുക്കളും വിന്യസിച്ച് വെച്ചതുകൊണ്ടാണ് ഈ ഹാട് സുന്ദരമായിരിക്കുന്നത്. ശരിയായ സ്ഥലം ഈ മയ്യും ഇതിന്റെ ലൈറ്റും പ്രകാശാത്മകമായിട്ട് വെച്ചതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത്. ഇതിന് 4 പാഠങ്ങളുള്ളതാണ് ഈ പ്രസംഗപീഠം സുന്ദരമായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനീ സംസാരിക്കുന്ന വാക്കുകൾക്കും സർവേശ്വരനായ ഈശ്വരൻ എനിക്ക് എന്റെ അംഗവിഷയങ്ങളെല്ലാം തന്നെ മനോഹരമായി ചിട്ടപ്പെടുത്തി തന്നതുകൊണ്ടാണ് എനിക്ക് 4 വാക്ക് ഈ പ്രദേശത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നത്. സർവേശ്വരനായ മഹാനായ ആ ആശാരി, ഈശ്വരനായ ആശാരി സൃഷ്ടിച്ചത് കൊണ്ടാണ് നമ്മൾ സുന്ദരനായ മനുഷ്യനും സുന്ദരനായ സഹോദരിമാരും സഹോദരന്മാരുമായി കൊണ്ടിരിക്കാൻ കഴിയുന്നത്. സൃഷ്ടിയുടെ അടിസ്ഥാന തലങ്ങൾ വന്നാൽ അജ്ഞാതമായിട്ട് കിടക്കണം. അങ്ങനെ അനന്തവും അജ്ഞാതവുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വിഷയം പറയാൻ ഈ പ്രപഞ്ചവും ഭൂമി എന്ന് പറയുന്ന നരകവും സ്വർഗമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദുഃഖങ്ങളിലും ജീവിക്കുന്ന മനുഷ്യന് സ്വർഗീയ ജീവിതം പ്രദാനം ചെയ്യാൻ സനകൻ, സനാതനൻ, പ്രജ്ഞൻ, അഭുവനൻ, സുവർണൻ എന്ന് പറയുന്ന 5 ഋഷിമാരെ അടുത്തിരുത്തിയിട്ട് വിദ്യാഭ്യാസം നടത്തിക്കൊടുത്തു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വകർമ്മ ദേവനാൽ സംപ്രീതനായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ മനോഹാരിതയ്ക്ക് വേണ്ടി, ലോകത്ത് സ്വർഗസൃഷ്ടി നടത്താൻ വേണ്ടിയിട്ട് 5 വ്യത്യസ്ത മാർഗങ്ങൾ, വസ്തുക്കൾ കൈകാര്യം ചെയ്തതിലൂടെ മാത്രമേ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം സുന്ദരമാക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടുന്ന അറിവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പരമ്പരയിലൂടെ, മക്കളിലൂടെ, മരുമക്കളിലൂടെ, യുഗയുഗാന്തരങ്ങളായ തലമുറകളിലൂടെ ഈ അറിവ് പ്രയാസം ചെയ്തുകൊണ്ട്, കൈമാറ്റം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതവും ഈ ലോകത്തെ സമസ്ത ജനാചരങ്ങളുടെ ജീവിതവും സുന്ദരമാക്കൂ എന്ന് പറഞ്ഞ് ദർശനം നൽകി അപ്രത്യക്ഷമായ മഹത്തായ ദിനമാണ് ഋഷി പഞ്ചമി ദിനം. അത് നമ്മളുടെ സ്ഥാനം എത്രയോ അകലെയാണ്. അനന്തവും അജ്ഞാതവുമായ ലോകം സൃഷ്ടിച്ച മഹാനായ ഈശ്വരൻ, ആ ഈശ്വരന്റെ ഒരു ചെറിയ ചിന്തകളിൽ നിന്നാണ് നാം ഓരോരുത്തരും ഉണ്ടാകുന്നത്. സൂക്ഷ്മജീവിയും മുതൽ അങ്ങ് വലിയ നീലത്തിമിംഗലം വരെയുള്ള എല്ലാത്തിനെയും ചിട്ടപ്പെടുത്തി അതിന് കണ്ണും കാലും കൗളും ഒക്കെ വെച്ചു കൊടുത്ത് ഇടുന്ന ഈശ്വരൻ സന്നിവേശിപ്പിച്ച ആ കഴിവ് മനുഷ്യന് സന്നിവേശിപ്പിച്ച് ആ മനുഷ്യന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകസൃഷ്ടിക്ക് വേണ്ടി അനുഗ്രഹിച്ചു വിട്ട ദിനമാണ് ഋഷി പഞ്ചമി ദിനം, അല്ലെങ്കിൽ വിശ്വകർമ്മ. ഇങ്ങനെ വളരെ മഹത്തരമായ ഒരു സാംസ്കാരിക പൈതൃകമുള്ള വിശ്വകർമ്മ ജനത ജനാധിപത്യ രാജ്യത്ത് മുഖ്യമന്ത്രിയുടെയും 18 മന്ത്രിമാരുടെയും ഔദാര്യത്തിന് വേണ്ടി, സംവരണത്തിന് വേണ്ടി കൈയും കാലും നക്കി രാഷ്ട്രീയക്കാരുടെ മുന്നിൽ എന്നും അനുഭവിച്ചു തരിക സംവരണത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ചെന്ന് ഇരുന്ന് നിരങ്ങി ട്രാൻസ്ഫീരിക്കായിട്ട് കളയാനുള്ളതല്ല. റിസർവേഷൻ വഴി ഏത് സമൂഹമാണ് നിങ്ങൾ എന്തും ദാനം വാങ്ങിച്ച് നമുക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും? വൈക്കത്ത് ക്ഷേത്രത്തിന്റെ ചുറ്റും പണ്ട് ബ്രാഹ്മണരുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ എന്നും കഞ്ഞിവെപ്പുണ്ടായിരുന്നു. എന്നും വൈക്കം ക്ഷേത്രത്തിൽ ഭക്ഷണം കിട്ടും. കുറെ നാൾ കഴിഞ്ഞപ്പോ അവിടെ കഞ്ഞിവെപ്പ് വേണ്ടി ബ്രാഹ്മണർക്ക് ഒരു തൊഴിലും ചെയ്യാൻ അറിയില്ല. അവരെല്ലാം പട്ടിണി കിടന്നും നാട് കയറി പോയി. ഇപ്പൊ വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റും ബ്രാഹ്മണരെണ്ണം വളരെ കുറവാണ്.
അംഗീകരിക്കാൻ കഴിയും? ചെറുപ്പക്കാർക്ക് തൊട്ടുള്ളവരെല്ലാം ആശാരിപ്പണിയെന്നോ വള്ളപ്പണിയെന്നോ സ്വർണ്ണപ്പണിയെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമാണ്. അവരെല്ലാം അപ്പം ചെയ്ത ഈ പണി വളരെ മോശമാണ്. അതുകൊണ്ട് ഞാൻ സെയിൽസുകളായിട്ട് പോവുകയാണ്. 2000 രൂപയിൽ കാലത്തുള്ളവർ വൈകുന്നേരം വരെ ആട്ട് കിട്ടുന്ന പണി വീട്ടിലിരുത്തി പെൺപിള്ളാർക്ക് സ്വർണ്ണപ്പണിയോ അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്ന ആർക്കും ചെയ്യാൻ പറ്റാത്ത തൊഴിലൊക്കെ ചെയ്ത് അഗ്രഗണ്യന്മാരായിക്കൂടെ അഗ്രഗണ്യങ്ങളായിക്കൂടെ അങ്ങനെ ചെറിയ ചെറിയ തൊഴിൽ ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ ചെയ്യുന്നത് കണ്ട് അവരുടെ പുറകെ പോയി അവരുടെ ശേഷിയെല്ലാം മരവിച്ചു പോയ ഒരു വിഭാഗത്തിന് എങ്ങനെ മുന്നോട്ട് വരാൻ കഴിയും ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ 100 വർഷമായിട്ട് ലോക ചരിത്രത്തിലുണ്ടായ മഹത്തായ സംഭവം അറിയാമോ? പാരമ്പര്യമായ യാതൊരു തൊഴിലും ഇല്ലാതെ പിന്നോക്കമായിട്ട് നിരന്തരം അടിച്ചമർത്തപ്പെട്ട ഈഴവ സമൂഹം വെറും 100 വർഷം കൊണ്ട് വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ലോകത്തിന്റെ നെറുകയിൽ വന്നതാണ് മനുഷ്യ ചരിത്രത്തില് ഏറ്റവും മഹത്തായ സംഭവമായിട്ട് ആഗോള സ്റ്റഡീസ് കാണുന്നത്. എത്രയും മഹത്തരമായ വിദ്യാഭ്യാസം പാരമ്പര്യ വിദ്യാഭ്യാസമാണ് നമ്മളിതെല്ലാം തന്നെ കളഞ്ഞു പൊളിച്ച് ഒരാളെ അംഗീകരിക്കാതെ ഒരു ഗുരുവിന്റെ ദക്ഷിണ വെച്ച് ഒരു കാര്യം നിരന്തരം പഠിക്കാതെ പോകുന്ന അനുസരണയില്ലാത്ത പുരോഗമനവാദികളായി പോയി കഴിഞ്ഞാൽ ഈ സമൂഹത്തിന്റെ ഉയർച്ച എങ്ങോട്ടായിരിക്കും? തീർച്ചയായിട്ടും വിശുദ്ധർമ്മ ദിനങ്ങളെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവിന്റെ സന്ദർഭങ്ങളായി മനസ്സിലുകൊണ്ട് വളരെ കൂടുതൽ സാംസ്കാരിക സമ്മേളനങ്ങൾ ഇതിന്റെ സംഘാടകർക്കും വിശുദ്ധർമ്മ സമുദായ സംഘടനകൾക്കും ചെയ്യാൻ കഴിയട്ടെ. എന്നാണ് വിശുദ്ധർമ്മ സംഘടനകൾക്ക് ഒരുമിച്ച് നിന്ന് വിശുദ്ധർമ്മ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ആ സമയത്ത് അതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല വിശുദ്ധർമ്മ അത് നമുക്കൊന്നും തോന്നുന്നില്ല. കാരണം ഈ അടുത്ത സമയത്ത് ആലുവ വിശ്വബ്രഹ്മ വലിയ പീഠക്കാര് ഇലക്ഷന് മുമ്പ് കേരളത്തിലെ വിശ്വകർമ്മ നേതാക്കന്മാരെല്ലാം വിളിച്ചൊരു മീറ്റിംഗ് നടത്തി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 100 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ അവസാന വിശ്വകർമ്മയുടെ എല്ലും തോറും തിരുവനന്തപുരത്തെ മ്യൂസിയത്തിൽ വെച്ചേക്കും. അന്ന് വളരെ കൂടുതൽ സാഹിത്യന്മാരെല്ലാം വിമാനത്തിൽ വരും. അന്ന് ഭാരതീയ സംസ്കാരം ചെയ്തതുകൊണ്ട് വലിയ മഹാന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള ആശാരി വർഗം എന്ന് പറയുന്ന വർഗത്തിന്റെ ഏറ്റവും അവസാനത്തെ ആള് മരിച്ചപ്പോൾ അതിന്റെ തലയോട്ടിയും തോടുമൊക്കെ അങ്ങ് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അത് മഹത്തരമാണ്. അവരുടെ ജീനെടുത്ത് വേറെ ആരെങ്കിലും ശരീരത്തിൽ സന്നിവേശിപ്പിച്ച മിടുക്കന്മാരുണ്ടാവും എന്ന് പറയുന്ന ഗവേഷണത്തിന് ആൾക്കാരുണ്ട്. ആ അവസ്ഥയിലായിട്ടുള്ള വിശുദ്ധരുടെ അവസ്ഥ. ഞാൻ ഈ റിസർവേഷനൊക്കെ വാങ്ങിച്ചോ അല്ലെങ്കിൽ ആനുകൂല്യം പറ്റി പഠിച്ച ആളൊന്നുമല്ല. ഞാനൊരു നല്ല വിദ്യാർത്ഥിയുടെ തലത്തിൽ നിന്ന് വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. താല്പര്യം ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മോശമായിട്ട് തോന്നിയിരിക്കും. ചരിത്രത്തിന്റെ നാടുകളിൽ മായൻ സിവിലൈസേഷൻ പറയുന്നത് വലിയ സംസ്കാരം വരുന്നതും അന്നന്ന് അമേരിക്കയിൽ തെക്കേ അമേരിക്കയിൽ മായൻ സംസ്കാരം. ആ മായൻ സംസ്കാരത്തിന്റെ സന്തോഷമാണോ? ഓ ശരി. ഇതിന് ഈ അടുത്ത സമയത്ത് എനിക്കൊരു പുസ്തകം കിട്ടിയുണ്ടായി. തിരുവനന്തപുരത്ത് ഒരു സമ്മേളനത്തിൽ വെച്ചു. ആ പുസ്തകം തന്നത് അന്ന് ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ കെമിസ്ട്രിയുടെ പ്രൊഫസറായിട്ടുള്ള ഒരു വിശ്വകർമ്മ സഹോദരൻ, ആന്ധ്രാപ്രദേശിലെ വിശ്വകർമ്മ സഹോദരൻ. അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത് 98ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ എഴുതിയ പുസ്തകമാണ്. അന്നത്തെ കാലത്ത് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ നിന്ന് ആദ്യമായിട്ട് BA പാസ്സായത് അദ്ദേഹത്തിന്റെ അച്ഛനാണ്. ആ മനുഷ്യൻ കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങോളം സഞ്ചരിച്ച് വിശ്വകർമ്മന്റെ സംസ്കാരമെല്ലാം മനസ്സിലാക്കി 98ാമത്തെ വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലുള്ള മായൻ സംസ്കാരത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഭാരത സംസ്കാരത്തിലെ മയൻ സംസ്കാരവും അമേരിക്കയിലെ മായൻ സംസ്കാരവും ഒന്ന് തന്നെയാണെന്ന് കണ്ടെത്തി മയൻ ഓഫ് ഇന്ത്യ ആൻഡ് മയൻ ഓഫ്
മായ സംസ്കാരത്തിന്റെ അവസ്ഥ ഇതുതന്നെയായിരുന്നു. വളരെ കൂടുതൽ ക്ഷേത്രങ്ങളും പുരാവൃത്തികളും എല്ലാം നിർമ്മിച്ച് ലോകത്ത് സ്വന്തമായിട്ടുള്ള കലണ്ടറുകളും എല്ലാം സൂര്യന്റെയും ചന്ദ്രന്റെയും എല്ലാം മനസ്സിലാക്കി പഠിച്ച ഏറ്റവും വലിയൊരു സംസ്കാരം സ്പെയിനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ക്രിസ്തുമതം അവിടെ പ്രചരിപ്പിച്ചതിന്റെ ഫലമായിട്ട് എഴുതാനും വായിക്കാനും ജീവിക്കാനും അറിഞ്ഞുകൂടാത്ത മിടുക്കരായിട്ടുള്ള ആൾക്കാർ കാലക്രമേണത്തിൽ ഒന്നും ഇല്ലാതായി ആ സംസ്കാരം നശിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മനുഷ്യരില്ലാതായി എന്നുള്ളതാണ്. ഇന്നത്തെ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് അന്ന് അമേരിക്കയിലെ മായ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ള വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പറഞ്ഞിട്ടുള്ള കഥകളിൽ പറഞ്ഞിട്ടുള്ള പഞ്ചപാഠങ്ങളുടെ അജ്ഞാതകാലത്ത് താമസിക്കാൻ അരവിധം പണിഞ്ഞു കൊടുത്ത മയയുടെ പിന്തുടർച്ചക്കാരാണ് ഭാരതീയ വിശ്വകർമ്മനെ അറിയാമോ? ക്ഷേത്രങ്ങളുടെയും കണക്കിന്റെയും ശില്പകലയുടെയും സംഗീതത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഭാഷയുടെയും പ്രതിജ്ഞാത അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മയനാണ്. മയന്റെ പിന്തലമുറക്കാർ ഭാരതത്തിൽ നിന്ന് സഞ്ചരിച്ച് അങ്ങ് ചൈനയിലൂടെ സഞ്ചരിച്ച് ജപ്പാനിലൂടെ സഞ്ചരിച്ച് കാനഡയിലൂടെ സഞ്ചരിച്ച് അമേരിക്കയിൽ സഞ്ചരിച്ച് അവര് മെക്സിക്കോയിൽ നിന്ന് താമസിച്ച് പടുത്തുയർന്ന സംസ്കാരങ്ങളാണ് മായൻ സംസ്കാരം. ഇവിടുന്ന് പോയ ആശാരിമാർ ചെയ്തെടുത്ത സംസ്കാരമാണ്. അവർ കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചിരുന്നു. പടിഞ്ഞാറോട്ട് പോയവർ മായൻ സംസ്കാരവും, കിഴക്കോട്ട് പോയവർ മായൻ സംസ്കാരവും, പടിഞ്ഞാറോട്ട് പോയവർ ഈജിപ്തിലെ പിരമിഡുകളും ചേർന്ന് സുമേരി സംസ്കാരവും എല്ലാം ചേർന്ന് അന്ന് യൂറോപ്പിൽ കഴിയുന്ന ശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത ആൾക്കാരാണ് മായൻ സംസ്കാരത്തിന്റെ തുടർച്ചക്കാരായിട്ടുള്ള ആശാരിമാർ. അധ്യാപകൻ ഡോക്ടർ സി രാമചന്ദ്രൻ സാർ എന്ന ഗുരുനാഥാണ്. അദ്ദേഹത്തിന്റെ അധ്യാപന കാലത്ത് ഏറ്റവും അവസാനത്തെ ശിഷ്യനായിട്ട് ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. ശ്രീ അബ്ദുൽ സാർ എനിക്കൊരു ലേഖനം കൊണ്ട് തരികയുണ്ടായി. ലോകത്തെ എല്ലാ ശാസ്ത്ര സംഹിതകളും ഭാരതീയ സംഭാവനയെന്ന് ഡോക്ടർ സി രാമചന്ദ്രൻ സാർ പ്രഖ്യാപിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ സാറിന്റെ സ്റ്റുഡന്റാണ്. സാർ വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ്. സാർ ഇംഗ്ലണ്ടിൽ പഠിച്ചിരുന്ന കാലത്ത് ഇംഗ്ലണ്ടിലെ ഒരു പ്രൊഫസർ, കെമിസ്ട്രിയുടെ പ്രൊഫസർ എന്ന് പറഞ്ഞു, മിസ്റ്റർ നായർ, 16ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ ഭൂപടത്തിന്റെ ആകെ ഹൈറ്റ് 18 അടിയായിരുന്നു. 18 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം 18 അടി, അത് 3 ആളിന്റെ ഹൈറ്റ്. അതേസമയം നിങ്ങളുടെ രാജ്യത്ത് ഇന്ത്യയില് 12ാം നൂറ്റാണ്ടിൽ തന്നെ കുത്തബ് മിനാർ പണിഞ്ഞിരുന്നു. അത് എത്ര ഹൈറ്റാണ്? 124 അടിയിൽ അപ്പുറത്തുള്ള വലിയ സ്തൂപം പണിഞ്ഞതാണ് നിങ്ങളുടെ പൂർവികർ. നമ്മുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ കുത്തബ് മിനാർ പണിയുന്നത് തങ്കാചാരി, ഇരുപ്പാചാരി ചേർന്ന് പണിഞ്ഞത് കുത്തബ് മിനാർ ഡൽഹിയിൽ കാണാം. കുത്തബ് മിനാർ തൊട്ട് മുമ്പിൽ ഇരുമ്പ് സ്തൂപമുണ്ട്. കഴിഞ്ഞ 800 വർഷമായിട്ട് അതിന് അല്പം പോലും കുറിച്ചെടുത്തിട്ടില്ല. നമ്മുടെ പൂർവികർ പണിഞ്ഞ കൊല്ലന്റെ ആലയിൽ അവർ കുരുക്കി ഒഴിച്ചെടുത്ത് വാർത്തെടുത്ത ഇരുമ്പ് സ്തൂപമാണ്. അവർ ശാസ്ത്രജ്ഞന്മാരല്ലേ? അവർ ചെയ്തതെല്ലാം ശാസ്ത്രീയതല്ലേ? നമ്മുടെ പൂർവികരിൽ കുരുങ്ങി കൂടിയിരുന്ന് ചെയ്യുന്നതെല്ലാം ശാസ്ത്രീയ സ്വഭാവനയല്ലേ? അവര് ശാസ്ത്രജ്ഞരല്ലേ? അവർ ഈ നാട് കിടക്കുന്ന ശാസ്ത്രജ്ഞരല്ലേ? അങ്ങനെയുള്ള ശാസ്ത്രജ്ഞരാണ് നമ്മൾ അറിവില്ലാത്തവരോ പഠിപ്പില്ലാത്തവരോ ഒന്നും കൊള്ളാത്തവരാണോ? നമ്മൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ മതപരമായ സാംസ്കാരിക പൈതൃകത്തെ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത അഭിമാനികളായി സമൂഹ മധ്യത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് ഞാൻ വിശ്വകർമ്മജനാണ് എന്ന അഭിമാനത്തോടെ എന്നും പദസഞ്ചലനം നടത്തുന്നുവോ ഉയർന്നു നിൽക്കുന്നുവോ അന്നായിരിക്കും വിശ്വകർമ്മജയുടെ നവോത്ഥാനം സംഭവിക്കുക. വിശ്വകർമ്മ സമൂഹം ഒഴിഞ്ഞു കഴിഞ്ഞാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ഇന്നത്തെ ഭാരതം എല്ലാ സുഖപ്രവൃത്തിയോട് ജീവിക്കുന്ന ഈ ഭാരതം ഇന്ന് ഈ രീതിയിൽ വന്നത് സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു യുവസന്യാസി, വിവാഹം പോലും കഴിച്ചിട്ടില്ലാത്ത യുവസന്യാസി ഇവിടെ സ്വപ്നത്തിന്റെ മക്കളാണ്. സ്വപ്നം കാണാത്തവന് എന്തൊക്കെ ഒരു മനുഷ്യന്റെ സ്വപ്നത്തിൽ നിന്ന് ഒരു വലിയ ജനതയുടെ ഒരു കാര്യത്തിന്റെ വിമോചനം ഉണ്ടായെങ്കിൽ നാം ഓരോരു സ്വപ്നം കണ്ടാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായും മഹത്തായ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നല്ല അഭിമാനികളാണ് എന്ന് സ്വന്തം സ്വയമായിട്ട് വിശ്വസിച്ചുകൊണ്ട്
ചെയ്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. അതിന് യാതൊരു മടിയില്ല. എത്ര മണിക്കൂർ നിന്ന് വേണമെങ്കിൽ നിന്ന് സംസാരിക്കാനോ പഠിപ്പിക്കാനോ മടിയില്ലാത്ത ഈ രാജ്യത്തെ ആവശ്യം നന്നായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരെയാണ്. ആ പഠിപ്പിക്കുന്ന ആൾക്കാരെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് നല്ല അധ്യാപകർ ലോകത്തിന് സംഭാവന ചെയ്യണമെന്നാണ് ഇന്നത്തെ പ്രധാനമന്ത്രി വിഭാവന ചെയ്തിരിക്കുന്നത്. നല്ല അധ്യാപകർ നല്ല സാമൂഹ്യ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ട് ഈ സമൂഹത്തെ നല്ല സമൂഹമായിട്ട് വളർത്താൻ കഴിയട്ടെ. അതിന് രക്ഷകർത്താവരുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കട്ടെ എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. നമസ്കാരം.